Watch full episodes on Jio Hotstar. Good morning, students. Good morning, ma'am. സ്കൂളിന് ചുറ്റും റേസ് പോകാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാണോ? Yes, ma'am. മിസ്റ്റർ സ്ട്രോങ്, റേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കുട്ടികളോട് പറയൂ. ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. അതെ കുട്ടികളെ, നിങ്ങൾ ആദ്യം ഈ ഗ്രൗണ്ട് മുഴുവൻ ഒന്ന് റൗണ്ട് അടിക്കണം. എന്നിട്ട് നമ്മുടെ സ്കൂളിന്റെ ബിൽഡിങ്ങിന് ചുറ്റും ഓടണം. എന്നിട്ട് ഈ ഐലൻഡിന് ഒരു റൗണ്ട് അടിക്കണം. ഫൈനലി ഷിപ്പിൽ ചെന്ന് ലാൻഡ് ചെയ്യണം. ഓക്കേ? ഓക്കേ കിഡ്സ്, ഗെറ്റ് റെഡി. നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അവിടെ എന്റെ കുട്ടികളുടെ റേസ് നടക്കുമ്പോൾ നീ ഇവിടെ ഇരിക്കായിരുന്നു. നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കുട്ടികൾ ജയിച്ചേനെ. ഞാൻ മാജിക്, ഞാൻ മായാജാലം. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാൻ ആളെ ഷാക്കാൽ. നിന്നെ കണ്ടിട്ട് രുദ്രയെ പോലെ ഒരു പീറ ചെക്കൻ പോലും പേടിക്കുന്നില്ല, എന്നിട്ട് എന്നെ പേടിപ്പിക്കുന്നു. അതെ, അങ്ങനൊന്നും അല്ല സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദരി. അതൊരു വലിയ കാര്യമൊന്നുമല്ല. അതെല്ലാം എനിക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഞാൻ പറയുന്നു കേക്ക്. ഡയലോഗ് ഒക്കെ നിർത്തി കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. എന്റെ കുട്ടികളെ റേസിൽ ജയിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഇവിടെ നിന്ന് പോലും ആ കുട്ടികളുടെ റേസ് തോൽപ്പിക്കാൻ പറ്റും. ഞാനൊരു ചെറിയ മജീഷ്യനാണെന്നാണോ നീ എന്നെ കുറിച്ച് കരുതിയത്? നീ വേണമെങ്കിൽ നോക്കിക്കോ. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോളൂ. താങ്ക് യു ഷാക്കാൽ. യു ആർ വെൽക്കം. ഇന്ന് നിങ്ങൾക്ക് കഴിക്കാൻ എന്ത് ആഹാരമാണ് വേണ്ടത്? എന്റെ അടുത്തേക്ക് വരരുത്. നീ അവിടെ ദൂരെ തന്നെ നിൽക്ക്. ഈ സമയത്ത് ഇവരെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ചേടാ, ഈ ഷാക്കാലിന് ഇതെന്താ പറ്റിയത്? ഇങ്ങനെ ചോദിച്ചാ ഞാനെന്ന് പറയാനാ? അടിപൊളി റേസ് റേസ്. 1 2 3 ഗോ. അവൻ വീണ്ടും രക്ഷപ്പെട്ടല്ലോ. നമ്മുടെ ഈ ഷാക്കാലിന് ഇതെന്താ പറ്റിയെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നേ. ഇയാൾ ഇവിടെ ഇരുന്ന് എന്ത് കളി തമാശയാ ചെയ്തോണ്ടിരിക്കുന്നത്? രുദ്ര, ഇനി നീ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കാണിക്കേ. രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. അവൻ വീണ്ടും രക്ഷപ്പെട്ടു. സോറി സോറി. ഷെടാ, ഈ ഷാക്കാൽ ഒറ്റയ്ക്കിരുന്ന് എന്ത് പിച്ചമ്പയൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നേ. അല്ല, രുദ്രക്ക് ഇതെന്താ പറ്റിയത്? ബൈ രുദ്ര.
ബിബൈസ്ക ഫ്ലെയിം അപ്പിയറോ. അയ്യോ എന്റെ കൈ പൊള്ളിയേ, എന്റെ കൈ പൊള്ളിപ്പോയി. എന്റെ കൈ എത്തി പിടിച്ചേ. വെള്ളം വെള്ളം. എന്റെ കൈ പൊള്ളിപ്പോയേ. അയ്യോ ഇത് വട്ടുപിടിച്ചെന്നാ തോന്നുന്നത്. എടാ സോക, നീ വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ. അയ്യോ അയ്യോ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സോകയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ അമ്മാവ ഇത്? നിങ്ങൾ സഹായിക്കുന്നത് ഞങ്ങളെയോ അതോ രുദ്രയെയോ? നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ അവനെ തടഞ്ഞു നിർത്തിക്കോളാം. അയ്യോ അമ്മാവ, എന്താ ഈ ചെയ്യുന്നേ? ഞങ്ങൾ എന്തിനാ ഇങ്ങനെ താഴെ തള്ളിയിട്ടത്? അമ്മാവ, നിങ്ങളിപ്പോൾ രുദ്രയാണോ സഹായിക്കുന്നത്? അയ്യോ അല്ലല്ല, നീ എന്താ ഈ പറയുന്നത് മോളെ? പ്രാവശ്യം അവൻ രക്ഷപ്പെട്ടെന്നുള്ളത് ശരിയാണ്. ഇത്തവണ ഞാൻ നിന്നെ ശരിക്കും ഓട്ടം കറക്കും. ഇതിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടുന്നു കാണട്ടെ. ഇതിനെന്താ പറ്റിയത്? യെസ്, ഇപ്പൊ രുദ്ര ശരിക്കും കുടുങ്ങിപ്പോയി. അല്ല, ഈ രുദ്രത എവിടെ പോയി? രുദ്ര രുദ്ര. രുദ്ര, നീ നോക്കൂ മോനെ, നീ എത്ര നേരം കിടന്ന് കറങ്ങിയാലും ശരി, വോൾസ് ആകാശത്തേക്കായിരിക്കും ചെന്നെത്തുന്നത്. അതാണ് നിനക്ക് മുകളിലേക്ക് എത്താനുള്ള വഴി. അത് നിനക്ക് കണ്ടെത്താനാവില്ല. ഇനി നീ ഇവിടെ കിടന്നിങ്ങനെ വട്ടം കറങ്ങും, വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇങ്ങനെ റൗണ്ട് അടിച്ചോണ്ടിരിക്കേ, വട്ടം കറങ്ങി നടക്ക്. നീ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടേയിരിക്കേ. ബിബൈസ്ക ബോൾ ട്രേക്കോ. ഇല്ല ഇല്ല ഇല്ല. എന്റെ ദൈവമേ, ഞാൻ സമ്മതിച്ചു. ഈ ശാക്കാൽ എന്തൊക്കെയോ മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായാലും അദ്ദേഹം നമ്മുടെ ബോസാണ്. അദ്ദേഹത്തെ എങ്ങനെയും രക്ഷിക്കണം. ഇയാൾക്ക് ഇപ്പൊ ഏത് രോഗമാ പിടിച്ചിരിക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നേ. അയാളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക. അയ്യോ, എന്റെ കൈ ശരിക്കും പൊള്ളിപ്പോയി. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലേ. എടാ സോഹ, എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. അയാൾ കടന്ന് പിച്ചുമ്പയും പറയുന്നത് നീ കാണുന്നില്ലേ? സോറി, സോഹയെ കൊണ്ട് ഇതൊന്നും ചെയ്യാനാവില്ല. എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാനാവില്ല. എനിക്ക് തോന്നുന്നത് അയാളുടെ ബ്രെയിനകത്ത് എന്തോ ഒരു കെമിക്കൽ ഫില്ലായി കാണുമെന്നാ. നമുക്ക് ഏതെങ്കിലും ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചേ പറ്റൂ. എന്റെ പരിചയത്തിൽ ഏതെങ്കിലും നല്ല ഡോക്ടർ ഉണ്ടെങ്കിൽ പറ, നമുക്ക് കാണിക്കാം. എനിക്കങ്ങനെ ഒരു ഡോക്ടറിനെയും അറിയത്തില്ലെന്നേ. അയ്യോ, ഇയാള് വീണ്ടും തുടങ്ങിയല്ലോ. ചെയ്തോളൂ. വേണമെങ്കിലും ചെയ്യേ. എന്തൊക്കെയാണെങ്കിലും നീ ഈ റേസ് ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുവരെ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ ചെയ്തോളൂ. അയ്യോ, എനിക്ക് വേദന എടുക്കുന്നേ.
ഈ ബോസ് ഇത് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്കൊരു എത്തിപ്പിടിയും കിട്ടുന്നില്ല. ഒരുപക്ഷെ ബോസ് നമ്മളെ എന്തെങ്കിലും ചെയ്താലേ നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്ക് പറയാനൊന്നുമില്ല. ഞാൻ വെറും ഒരു സർപ്പമാണ്. ഞാൻ ഇറങ്ങി കാട്ടിലേക്ക് ചെല്ലും. പക്ഷെ നീ എന്ത് ചെയ്യും? എടാ, ഞാനും കുറെ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ സൺസിറ്റിക്ക് ചെന്ന് മുത്തശ്ശന്റെ കാല് പിടിച്ച് അദ്ദേഹത്തോട് പറയും, മുത്തശ്ശ എനിക്കൊരു ജോലി തരണേ പ്ലീസ് എന്ന്. Watch India's largest kids library only on Geo Hotstar. Download the app now.